ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കും നേരെ നരേന്ദ്രമോദി ഒരു സർജിക്കൽ സ്ട്രൈക്ക് അങ്ങ് നടത്തി. ജാതി സെൻസസ് പലർക്കും മനസ്സിലായിട്ടില്ല. ജാതി സെൻസസ് നടത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി സമീപകാലത്ത് രാഹുൽ ഗാന്ധിയുടെ കുത്തുമുന്നണിയും ഇവിടുത്തെ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമും എടുത്തു വെച്ച ഒരു ആയുധമായിരുന്നു ജാതി സെൻസസ് വേണമെന്നുള്ളത്. മോദിക്കെതിരെ ഉപയോഗിച്ചാണ്. പക്ഷേ അതൊരു ബൂമറാങ്ങാണ്. അത് തിരിച്ചു വരുന്നു. സംഭവിക്കാൻ പോകുന്നത്, ഏറ്റവും വലിയ പരിക്ക് പറ്റാൻ പോകുന്നത്, മുസ്ലിം എന്ന പേരിൽ ഭരണഘടന വിഭാവനം ചെയ്യാത്ത സംവരണം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിഭീകരമായ പ്രഹരം കിട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പസ്മന്ത മുസ്ലിങ്ങൾ ഈ സെൻസസ് വരുമ്പോൾ OBC ആയിട്ട് മാറും എന്നുള്ളതാണ് BJPയുടെ തന്നെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതെല്ലാം മാത്രമല്ല സാർ, കേരളത്തിൽ ഈ നമ്മുടെ ഭരണഘടന ഈ സംവരണം പറഞ്ഞിട്ടുള്ളത് ഹിന്ദു സമുദായത്തിലെ ജാതി SC ST OBC വിഭാഗങ്ങൾക്ക് മാത്രമാണ്. അതായത് ജാതീയമായ അടിച്ചമർത്തലുകൾക്കും പാർശ്വവൽക്കരണത്തിനും വിധേയമായ ആളുകൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് സംവരണം. ആ സംവരണത്തിന് മറ്റു മതത്തിൽപ്പെട്ടവർക്ക് അവകാശമില്ല. ഇവിടെ കേരളത്തിൽ അത് സച്ചാർ കമ്മീഷന് പിന്നാലെ പാലോളി മുഹമ്മദ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളമാരാണെന്ന് തട്ടിക്കൂട്ടിയ ഒരു വ്യാജ റിപ്പോർട്ട്, ഫേക്കായ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് കേരളത്തിൽ മുസ്ലിം സംവരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ജാതി ഇല്ലെന്നൊക്കെ ഇവർ പറയുന്നുള്ളൂ. മുസ്ലിങ്ങളിൽ ഹിന്ദുക്കളെക്കാൾ ഭീകരമായ ജാതിയുണ്ട്, ധാരാളം ജാതിയുണ്ട്. ജാതി സെൻസസ് നടക്കുമ്പോൾ ഹിന്ദുക്കളുടെ മാത്രമല്ല ജാതി എടുക്കാൻ പോകുന്നത്, ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ ജാതി എടുക്കും. അപ്പോൾ അനധികൃതമായി ഭരണഘടനാ വിരുദ്ധമായി സംവരണം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ പടിക്ക് പുറത്താവും. അതെ. അപ്പം മണ്ഡൽ ശുപാർശകളിൽ ചില മുസ്ലിം ഗ്രൂപ്പുകൾ പിന്നാക്ക സമുദായ പട്ടികയിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അതുപോലെ തുടരും. അതിലൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അവർ അവസരമാണല്ലോ. OBCയിൽ പെട്ട കുറച്ച് നമ്മുടെ ലത്തീൻ കത്തോലിക്ക സമുദായം എന്നൊക്കെ പറയുന്നത് അല്ല, മുസ്ലിങ്ങളിൽ തന്നെ ചില ഗ്രൂപ്പുകൾ ചില സംസ്ഥാനങ്ങളിൽ അത് ആ മണ്ഡൽ ശുപാർശകളിൽ OBCയിൽ വന്നിട്ടുണ്ട്. ലക്ഷദ്വീപ് ഉദാഹരണമാണ്. ലക്ഷദ്വീപിലുള്ള ഒരു ഗോത്രമാണ്, ST ആണ്. അത് തന്നെ. അങ്ങനെയുള്ളതൊന്നും തൊടാൻ പോകുന്നില്ല. അവർക്ക് പേടി വേണ്ട. BJPയുടെ OBC മോർച്ച ദേശീയ പ്രസിഡന്റ് K. ലക്ഷ്മൺ, പിന്നെ BJP മൈനോറിറ്റി മോർച്ച പ്രസിഡന്റ് ജമാൽ സിദ്ദിഖി അവരിതേപ്പറ്റി കുറേ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2011 സെൻസസ് വരെ മുസ്ലിങ്ങളെ വേറെ ബ്ലോക്കായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഇത്തവണ വരാൻ പോകുന്നത് പസ്മന്തകൾ. അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളാണ്. സമ്പന്ന മുസ്ലിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അവരെ പറ്റി ആദ്യം ദളിത് മുസ്ലിങ്ങളാണ് അവർ. അതെ, ദലിതുകളും ഉണ്ട്. അപ്പോൾ പസ്മന്ത എന്ന് പേർഷ്യനിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഉപേക്ഷിക്കപ്പെട്ടവർ, ദോസ് ഹു ആർ ലെഫ്റ്റ് ഔട്ട് എന്നാണ് പസ്മന്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പസ്മന്ത മുസ്ലിങ്ങൾക്ക് മാത്രമായിരിക്കും ഇനി റിസർവേഷൻ കിട്ടാൻ. അതാണ് വരാൻ പോകുന്നത്. അപ്പം ഈ മുദ്രാവാക്യം ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ, ജിത്ന ആബാദി ഉത്തന ഹക്ക്, എത്രയുണ്ടോ അത്രയും പ്രാതിനിധ്യം. മുസ്ലിം ലീഗും പറയുന്നത് ഞങ്ങൾ എത്രയുണ്ട് അത്രയും വേണം. അത് നടക്കില്ല. അത് പോവാണ്. സമ്പന്ന മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം ഇതിൻ്റെ അകത്ത്, സംവരണത്തിൻ്റെ അകത്ത്? അപ്പം മുസ്ലിങ്ങൾക്കിടയിലെ അധികൃതരാണ് ഈ പസ്മന്ത മുസ്ലിങ്ങൾ. സച്ചാർ റിപ്പോർട്ടിൽ മുസ്ലിങ്ങളിലെ OBC SC ST 40% എന്നൊക്കെ പറഞ്ഞിരുന്നു. പസ്മന്ത ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഒരു 80-85% പസ്മന്തകളാണെന്ന് അവർ അവകാശപ്പെടാറുണ്ട്. എന്തായാലും വരട്ടെ. 1871 സെൻസസിൽ 19% മുസ്ലിങ്ങൾ വരേണ്യരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി 80%-ത്തിനല്ലേ സംവരണത്തിന് അർഹതയുള്ളൂ. മൊത്തം മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ പോലെ ഇവിടെ അർഹത. ബീഹാർ തെലങ്കാന സർവേകൾ പസ്മന്തകളെ ബാക്ക്വേർഡായി തന്നെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം നടന്നപ്പോൾ തെലങ്കാന മുസ്ലിങ്ങളിൽ 81% അവിടെ ഈ അവസരമാണ് എന്ന് തെലങ്കാനയിലെ സർവേ പറയുന്നുണ്ട്. പക്ഷേ അവിടെ എല്ലാ മുസ്ലിങ്ങളെയും പ്രീണിപ്പിക്കുന്ന വിധത്തിൽ സകല മുസ്ലിങ്ങളെയും ഈ 81% കേരളത്തിൽ ചെയ്ത പോലെ കേരളത്തിലെ സകല മുസ്ലിങ്ങളും മാപ്പിളയാന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അതാണ്. അപ്പം അവിടെ ഈ സർവേ കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടില്ല. അല്ല, ഇവിടെ കേരളത്തിൽ ഇതിൽ വലിയ തമാശ ചെയ്തിട്ടുണ്ട്. ഈ സുപ്രീം കോടതി ക്രീമി ലെയർ സംവിധാനം കൊണ്ടുവന്നല്ലോ. ക്രീമി ലെയർ സിസ്റ്റം കൊണ്ടുവന്ന് ക്രീമി ലെയറുകളെ ഒഴിപ്പിക്കാൻ പറഞ്ഞപ്പോൾ കേരളത്തിലെ ആന്റണി സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു, കേരളത്തിൽ ക്രീമി ലെയറേ ഇല്ല കൊടുത്താണ്. അപ്പോൾ
അവിടെ പ്രീണനത്തിന് വേണ്ടി ചെയ്തതാണ് തെലങ്കാനയിൽ. അതിൽ സമ്പന്നർ ഔട്ടാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മുസ്ലിങ്ങൾ അപ്പോൾ ഈ നമ്മുടെ ഈ BJPയുടെ ഈ മോർച്ചക്കാർ ചോദിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ഹൈദരാബാദ് ഭരിച്ചിരുന്നവരാണ്, അവരെല്ലാവരും അവസരമായിട്ട് മാറുന്നത് എങ്ങനെ? ഭരണവർഗമായിരുന്നില്ല അവിടെ നൈസാമിന്റെ കാലത്ത്. അതുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകൾ കേരളത്തിൽ അറക്കൽ രാജവംശം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ബീഹാറിൽ 73% എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അവശര്. അത് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ 73%. രാഹുൽ പറയുന്നത് തെലങ്കാന മാതൃകയാക്കാനാണ്. അത് നടപ്പുള്ള കാര്യമല്ല. മാപ്പിള മൊത്തം ഈ പറഞ്ഞ പോലെ OBCയിൽ പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് സംവരണം വരുന്നത്. പക്ഷെ മാപ്പിളമാരുടെ മാത്രമായിട്ട് വേർതിരിച്ച കണക്കില്ല. മലബാറിലെ അല്ല, പിന്നെ ഇനി എല്ലാവരും ഇവിടുത്തെ റാവുത്തർമാരും തങ്ങളുമാരും ഒക്കെ സെൻസസിന് വരുമ്പോൾ, ജാതി സെൻസസ് എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ മാപ്പിളയാന്ന് പറയേണ്ടി വരും. സമ്മതിക്കൂലല്ലോ. അത് സുനിൽ പറഞ്ഞ ശരിയായി. ഈ ആദ്യകാലത്ത് ഈ 1937 സെൻസസ് ഇല്ലേ, ആ സമയത്ത് ഞാൻ വായിച്ചതാണ്, രജപുത്രന്മാര് അവര് ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെട്ടു. അപ്പൊ സെൻസസില് ഇങ്ങനെ. അപ്പോ ക്ഷത്രിയർക്ക് കൂടുതലുണ്ടല്ലോ. പണ്ട് കലാകൗമുദിൽ MP നാരായണപിള്ള ഒരു സെൻസസിന്റെ മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്നു, നമ്മൾ ഈ സെൻസസ് പൊളിക്കണം, എല്ലാ ബ്രാഹ്മണരും ഈ സെൻസസുകാർ വന്ന് ചോദിക്കാൻ വരുമ്പോൾ പട്ടികജാതി വർഗക്കാരാണെന്ന് പറയണമെന്ന്. അല്ല, ഇതിനകത്ത് വേറൊരു തമാശയുണ്ട് സാർ. അതായത് ഈ സെൻസസ് മാത്രം വന്നിട്ട് ജാതി മാത്രമല്ല ചോദിക്കാൻ പോകുന്നത്, അവരുടെ സാമ്പത്തിക സ്ഥിതി ചോദിക്കും, പിന്നെന്താണ് സാമൂഹ്യ നില ചോദിക്കും, പിന്നെ വരുമാനം ചോദിക്കും, എന്നിട്ടൊരു ഡാറ്റ ഉണ്ടാക്കും. ഈ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഓരോ കുട്ടി ആ കുട്ടിയുടെ ജോലി ഇതെല്ലാം ചോദിക്കും. ഓൾറെഡി സർക്കാരിന്റെ കയ്യിലൊരു ഡാറ്റയുണ്ട്. ഇപ്പോൾ ജാതി സെൻസസിന്റെ ഭാഗമായി എടുക്കുന്ന ഡാറ്റയും അതും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ കള്ളത്തരം പറഞ്ഞാൽ പൊളിയും. മുമ്പ് ഈ 2011 സെൻസസിൽ ജാതി എടുത്തിട്ടുണ്ടായിരുന്നു, അത് പ്രസിദ്ധീകരിച്ചില്ല. അത്രയും ആത്മാർത്ഥതയെ കോൺഗ്രസിനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഷ്റഫ് മുസ്ലിങ്ങൾ വരേണ്യരാണ്. അവർക്ക് വേണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ മാറി വരാൻ പോവുക. കേരളത്തിലെ തങ്ങന്മാരെന്ന് പറയുന്ന പോലെ. അതെ, അഷ്റഫ് മുസ്ലിങ്ങൾ വരേണ്യര്. അജിയാഫുകൾ മുസ്ലിങ്ങൾക്കിടയിൽ അവർ പിന്നാക്കമാണ്. പിന്നെ അർസലുകൾ മുസ്ലിങ്ങൾക്കിടയിൽ അവർ ദലിതുകളാണ്. അർസലുകൾ ഈ മറ്റേ പസ്ബന്ദ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വരും. അവർ ദലിതുകളാണ്. അപ്പോൾ അലി അൻവർ അൻസാരി പസ്മന്തകളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ചില സംസ്ഥാനങ്ങൾ പസ്മന്തകളുടെ OBCയിൽ പെടുത്തിയിട്ടുണ്ട്. ഇവരെ സത്യത്തിൽ പസ്മന്തകളെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർത്തുകയാണ് മോദി സർക്കാർ വേണ്ടത്. അതാണല്ലോ ഈ ചെയ്യാൻ പോകുന്നത്. ഈ അവർക്കെല്ലാവർക്കും ഈ OBC ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ദലിത് മുസ്ലിങ്ങളെ SC ആക്കി മാറ്റാം എന്നും അയാളൊരു നിർദ്ദേശം വെക്കുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ OBC ആകാൻ പോകുന്നതായിട്ടാണ് നമുക്കുള്ള ധാരണ. ഇതാർക്കും മനസ്സിലായില്ലെങ്കിലും ഇത് 3 പേർക്ക് മനസ്സിലായി. ഇന്നലെ മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടി ചർച്ചയിൽ നിലവിളിയായിരുന്നു, മോദി ചതിക്കുകയാണ്, ഇതിന് മുന്നിൽ അജണ്ടയുണ്ട്, ഇത് വേറെ ലക്ഷ്യമാണ്. ഇക്കാലം അത്രയും ജാതി സെൻസസ് നടപ്പാക്കുന്നില്ല എന്ന് നിലവിളിച്ചവർ മോദി ഒരിക്കലും അത് ചെയ്യുമെന്ന് കരുതിയില്ല. കാരണം ഇത് സവർണ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ് മോദി. നടക്കാതിരിക്കുമ്പോൾ മോദി സെൻസസ് എടുക്കുന്നില്ല, പിന്നോക്കക്കാരെ ദ്രോഹിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രൊപ്പഗാൻഡ ടൂളായിരുന്നു. അത് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് ഇവർക്കും അറിയാം നടപ്പാക്കിയ പണിയാണത്. പക്ഷെ നടപ്പാക്കില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തർപ്രദേശിലൊക്കെ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ ഭരണഘടന മാറ്റും, നിങ്ങളുടെ സംവരണമൊക്കെ എടുത്തു കളയുന്നു, പാവങ്ങളവിടെ നിരക്ഷരർ വിശ്വസിക്കും. ഇനിയിപ്പോൾ ജാതി സെൻസസ് നടപ്പാക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ മുലായം സിംഗ് യാദവും രാഹുൽ ഗാന്ധി കടന്നു ചോദിച്ചു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്ര ദളിതരുണ്ടെന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചു. അത് ഇനി എന്ത് പറയും? അതെ, ഇനി എന്ത് പറയാൻ. പസ്മന്തകളെ OBCയിലാക്കുന്നത് മുസ്ലിങ്ങളെ വിഭജിക്കാനാണെന്ന് ഹാരിസ് ബീരാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹാരിസ് ബീരാന് സംഗതി തിരിഞ്ഞിട്ടുണ്ട്, അപ്പോൾ വിഭജിക്കാനാണ് എന്ന്. തെലങ്കാനയിൽ 2024 മറ്റേ BJP ദേശീയ എക്സിക്യൂട്ടീവ് ചേർന്നല്ലോ ഹൈദരാബാദിൽ. അന്ന് മോദി ഈ പസ്മന്ത മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു ഹൈദരാബാദിലെ നാഷണൽ എക്സിക്യൂട്ടീവിൽ. അന്ന് തൊട്ട് തന്നെ മോദി ശ്രദ്ധിക്കുന്നുണ്ട് പസ്മന്തകളെ.
പസ്മന്തകൾ തിരിച്ചും പസ്മന്തകൾ ഈ അടുത്തിടെ മോദിയെ പോയി കണ്ടിരുന്നു. കാണുകയും ചെയ്തിരുന്നു. പിന്നെ ആ ബോറ മുസ്ലിങ്ങൾ അവരും മോദിയുടെ കൂടെയാണ്. ഞാൻ നിങ്ങളുടെ കുടുംബാംഗമാണെന്ന് മുംബൈയിൽ അടുത്ത കാലത്ത് അവരുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അലിഗഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മോദി പ്രസംഗിച്ചപ്പോൾ പസ്മന്തകളെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമാണ് പാർശ്വവൽക്കരിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അവരെ ഇവർ പരിഗണിക്കുന്നില്ല. അധികൃതരെ അവർക്ക് വേണ്ട, കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും. ഏതായാലും ഇത് ജിത്തന അബാദി ഉത്തന അഖ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ പ്രയോക്താക്കളും പ്രചാരകരും മുസ്ലിം ലീഗായിരുന്നു. കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ സ്വന്തം കാലിൽ വെടിവെക്കുന്ന പോലെ ആയിപ്പോയി ഈ ഇതുവരെ ജാതി സെൻസസിന് വേണ്ടിയ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ മോദി കൊടുത്ത 8ന്റെ പണി ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.